സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തെ ചിട്ടപ്പെടുത്താൻ ഒരു വൈദിക ജീവിതം മുഴുവൻ വിനിയോഗിച്ച് ഇന്ന് താൻ ചിട്ടപ്പെടുത്തിയ അതേ കുർബാന അർപ്പിച്ച് കർത്താവിൻ്റെ എളിയ ദാസനായി ജീവിതം നയിക്കുന്ന ബഹുമാനപ്പെട്ട റെവറൻഡ് മോൺസിഞ്ഞോർ തോമസ് മണ്ണൂരാമ്പറമ്പിൽ അച്ഛനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അച്ഛ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരാധനക്രമം രൂപപ്പെടുത്തുന്നതിൽ അച്ഛൻ ഒരു മുഖ്യമായ പങ്ക് വഹിച്ചു. അച്ഛൻ്റെ പഠനങ്ങൾ, അച്ഛൻ്റെ ദൈവികമായ എല്ലാ ദാനങ്ങളും അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ലാത്തൊരു വ്യക്തിക്ക് ഒരു ആരാധനാക്രമം രൂപവൽക്കരിക്കാൻ സാധിക്കില്ല. ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം അച്ഛൻ വളരെ ഗൗരവതരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിനിടയിൽ അച്ഛൻ പുസ്തകങ്ങൾ എഴുതാനായിട്ട് സമയം കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ ഇതിനേക്കാളും കൂടുതൽ ആ കാലഘട്ടത്തിൽ 100, 300, 400 ലേഖനങ്ങൾ ആ കാലത്ത് കുർബാനയെ പറ്റി എഴുതിയിട്ടുണ്ട്. അതുപോലെ ആ കാലഘട്ടത്തിൽ പുസ്തകം ഞാൻ രചിച്ചിരിക്കുന്നത് കണ്ടു. ഇത് എങ്ങനെയും ശരിയാക്കണമെന്ന് വിചാരിച്ച് രാത്രി ഉറക്കമൊന്നുമില്ലാതെ അതേപോലെ ക്ലാസ്, ഫിലോസഫിയും തിയോളജിയും എല്ലാം ചെയ്യണ്ടേ. ഇപ്പം ദൈവം അനുഗ്രഹിച്ചു, അതല്ല ഒന്നുമില്ല. അച്ഛന് ഓരോ വിശ്വാസിക്കും കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താ? നമുക്ക് ബേസിക്കായിട്ടുള്ളത്, നമ്മൾ വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ രക്ഷാകര ജീവിതം അനുസ്മരിക്കുക, പുനർജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് സന്ദേശം. കർത്താവിന് നമ്മൾ റിസറക്റ്റഡ് ക്രൈസ്റ്റിനാണ് സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മരിച്ചുയർത്ത കർത്താവിന് റിസറക്റ്റഡ് ക്രൈസ്റ്റ് ആവുള്ളൂ. അവിടുത്തെ പീഡാനുഭവത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുകൊള്ളാനുള്ള പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ഓരോരുത്തരും വ്യക്തിഗതമായിട്ട് അവരുടെ ജീവിതത്തിൽ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് തന്നെ. പിന്നെ ഇതെല്ലാം കർത്താവിന് കാരുണ്യമാണ്. ഇതിൽ കൂടെ ദൈവത്തിന് സ്നേഹം എങ്ങനെ വരും? അവൻ സ്വയം നമുക്കായിട്ട് തന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇൻകാർണേഷനിൽ ദൈവം മനുഷ്യനായി, ആ മനുഷ്യൻ ഒരു അപ്പമായി മാറിയിരിക്കുക. അതിൽ കൂടെ എങ്ങനെ കൊച്ചാകുന്നത്? അതാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ അത് ഹൃദയത്തോടു കൂടി കർത്താവിൻ്റെ രക്ഷാകര ജീവിതത്തെ, ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഓർക്കുകയും ആ കാരുണ്യം നമുക്ക് ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും ഒന്നും കൂടെ നമ്മൾ ആ കുർബാന ക്രമ രൂപീകരണ ഓർമ്മയിലേക്ക്, അച്ഛൻ്റെ ഒരുപാട് കാലത്തെ സഹനത്തിൻ്റെ, ഒരുപാട് കാലത്തെ പഠനത്തിൻ്റെ, ഒരുപാട് കാലത്തെ പരിശ്രമത്തിൻ്റെ ഒക്കെ ഫലമായി പരിശുദ്ധ പിതാവ് കുർബാനയുടെ ക്രമം അംഗീകരിക്കുകയും കോട്ടയത്ത് വെച്ച് പിതാവ് ആദ്യമായി ഈ കുർബാന ചെല്ലുകയും ചെയ്യുന്നു. അന്ന് അച്ഛൻ്റെ മനസ്സ് എങ്ങനെയായിരുന്നു? ആ ഒരു ദിനം എങ്ങനെ ഓർമ്മിച്ചെടുക്കുന്നു? എനിക്ക് പലതരത്തിലുള്ള ഫീലിങ് അന്നുണ്ടായിരുന്നു. ഒന്നാമത്, സഭ നൽകിയ ലിറ്റർജി അതേ രീതിയിൽ പോപ്പ് തന്നെ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത് ചെല്ലി എന്നതിൽ അത്ഭുതം എന്താ ഉള്ളത്? ആ ബലിപീഠത്തിൽ അച്ഛനുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. MC ആയിട്ട്. MC ആയിരുന്നു. പോപ്പിൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് 2-4 പിതാക്കന്മാരുടെ കുറച്ചുകൂടി മാറി നിൽക്കായിരുന്നു. വേദി ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ. ആരൊക്കെയായിരുന്നു ആ 4 പിതാക്കന്മാർ? 4 പിതാക്കന്മാർ. ഒന്ന് ഒരു ലോക്കൽ റെപ്രസെൻറ്റേഷൻ വന്നു, ലത്തീൻ സഭയുടെ ഇലഞ്ഞിക്കൽ പിതാവ്, പിന്നെ കുന്നശ്ശേരി പിതാവ്, കോട്ടയത്താണല്ലോ. പിന്നെ 2 പേര് അൽഫോൻസാമയുടെയും ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെയും കാനനൈസേഷൻ സ്ഥലത്തെ മെത്രാന്മാരാണ്. അതായത് ചങ്ങനാശ്ശേരിയും പാലായും. അങ്ങനെ പള്ളിക്കാരൻ പിതാവും പൗത്യ 4 പേരായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കൂടുതൽ ആ ദിനത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ ഒരു ഓർമ്മ എനിക്ക്, കാരണം എൻ്റെ നിശ്ചിത കാര്യങ്ങൾ വളരെയധികം വലിയതായിരുന്നു. കാരണം ലിറ്റർജിയിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. കമ്മിറ്റി ഉണ്ടാക്കിയതിൻ്റെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ ടെസ്റ്റ് ഉണ്ടാക്കാനൊന്നുമല്ല, ടെസ്റ്റ് ചെയ്യാൻ തന്നെ ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു. അതേസമയം ഇത് ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ അവരെങ്ങനെ മാനേജ് ചെയ്യുക? 2 അച്ഛന്മാരുടെ ഒരു സമൂഹം, 10-700 അച്ഛന്മാരുടെ കോൺസെർവേഷൻ, അവരുടെ കാര്യങ്ങൾ, അവർക്ക് കറസ്പോണ്ടൻസ്, ഇതെല്ലാം ഒരു ഭാഗത്ത്. രണ്ടാമതിൻ്റെ അറേഞ്ച്മെൻറ്റ്, പോഡിയം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഒരാളുടെ അടുത്ത് വരുമ്പോൾ എല്ലാത്തിനും കമ്മിറ്റിയൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല ഉണ്ടായിരുന്നു. ഒരു
പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അതിന് സഹകാർമ്മികരായി 4 ബിഷപ്പുമാർ തന്നെ ആ വേദിയിലുണ്ടാവുകയും ഒപ്പം അതിനൊപ്പം നിന്ന് എനിക്ക് സഹകാർമ്മികരാകാമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇതിട്ടുണ്ടല്ലോ ആ വേഷത്തിൽ എനിക്ക് കൂടെ കുർബാന ചെല്ലാമായിരുന്നു. ആരും ചോദിക്കാൻ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കാൻ നമ്മൾ മാത്രം പ്രിവിലേജ് എടുത്തൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ MC ആയതുകൊണ്ട് കുർബാന കൂടെ ചെല്ലിയില്ല. അങ്ങനെ ഒരു ദിവ്യബലി അർപ്പിച്ച സമയം ദൈവം തന്ന ജീവിതം ധന്യമായി എന്ന് തോന്നിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛാ, അന്ന് ആ ഒരു ദിവ്യബലി അർപ്പണത്തിൻ്റെ സമയത്ത് ഉപയോഗിച്ച പോഡിയം, അത് പിന്നീട് ഒരുപാട് സ്ഥലങ്ങളിൽ കേൾക്കാനിടയായ ഒരു കാര്യമാണ്. ആ പോഡിയത്തെക്കുറിച്ചുള്ളൊരു പോഡിയം, അതായത് നമ്മൾ ആദ്യം സൈറ്റ് നിശ്ചയിക്കണമായിരുന്നു. പല സൈറ്റ് വന്നു. അവസാനം വടവാ സെമിനാരി ഗ്രൗണ്ടിൽ നിന്ന് തീരുമാനിച്ചു. ഞങ്ങൾ അവിടെ എല്ലാം കുറിച്ച് കഴിവൊക്കെ ചെയ്തു. പക്ഷേ അവസാനം മെഡിക്കൽ കോളേജിൻ്റെ ഗ്രൗണ്ട് നോക്കി. ഇതിൽ അവസാനം ഇവിടെ കോട്ടയത്തെ ഇപ്പം ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് അതവിടെ മുനിസിപ്പാലിറ്റിയുടെ, അപ്പോൾ ഇങ്ങേ വശത്ത് വിജയപുരം രൂപതയുടെ, അപ്പോൾ നമുക്ക് അവിടെ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്ന് പൊളിച്ച് കളയേണ്ട, അത് കാലാകാലം ഇടിയിരിക്കും. പക്ഷേ വിജയപുരം സമ്മതിക്കില്ല. കാരണം അവർക്കൊരു പള്ളി പണിയണമെന്നുള്ള ആശയം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇപ്പോൾ പള്ളി ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ നമുക്കത് മുനിസിപ്പാലിറ്റിയോട് ചോദിക്കുക ഒരു ഗ്രൗണ്ട് വേണമെന്ന്. അവരത് തന്നപ്പോൾ പറഞ്ഞു ഇത് കഴിയുമ്പോഴേ പൊളിച്ച് കളയണം, അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയല്ല. നമ്മുടെ ഉദ്ദേശം ഇരുന്നത് പെർമനൻ്റായിട്ട് വെക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഗ്രൗണ്ട് എടുത്തു. അതിന് ഈ പറഞ്ഞ അതിന് പൈസ ഉണ്ടാവണമല്ലോ, പൈസ അടിച്ചൊന്നുണ്ടാകും. അപ്പോൾ തീരുമാനിച്ചു ഇതിൻ്റെ ബേറ്റിഫിക്കേഷൻ്റെ ആൾക്കാരോട് മേടിക്കുക ഒരു നല്ല ഭാഗം തീരുമാനിച്ചു. അങ്ങനെ അൽഫോൻസാമ്മയുടെ അവിടെ ക്ലൈൻറ്റിസ്റ്റുകളുണ്ട്, പിന്നെ ചാവറയച്ചൻ്റെതുണ്ട്. സത്യം എന്നാന്ന് ചോദിച്ചാൽ അൽഫോൻസാമ്മയുടെ പ്രോസസ്സ് രൂപതയിൽ നിന്ന് നടത്തുന്നത്, അത് സിസ്റ്റേഴ്സ് അല്ല നടത്തുന്നത്. പിതാ കാശ് തന്നു, പിതാന്ന് പറഞ്ഞാൽ അവിടുന്ന് കാശ് തന്നു. അങ്ങനെ സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ വലിയ കുഴപ്പം. പിന്നെ ഈ സാധനങ്ങളെല്ലാം രണ്ടാമത് വിൽക്കുമ്പോൾ എമൗണ്ട് ഇങ്ങനെ തിരിച്ച് കിട്ടും. സാധനങ്ങളെല്ലാം വിറ്റ് പോഡിയം അടിച്ച് ബാക്കിയെല്ലാം അന്നേരം കൊടുത്ത് അതിന് മണലും അതിന് എല്ലാം സാധനങ്ങളെല്ലാം വിറ്റ് കാശാക്കി. അങ്ങനെ അവസാനം വന്ന് പോഡിയം മിനിമം തന്നേച്ചാൽ മതി. അതിന് കണ്ടുവാനും പൈസ ചിലവായിട്ട് 1 ലക്ഷം രൂപ ഏതാണ്ടൊരു ഭാഗത്തിന് അവിടെ കൊണ്ട് അൽഫോൻസാമ്മയുടെ കൊണ്ടുപോയി വെച്ച് അങ്ങനെ അവിടെ ഇരിപ്പുണ്ടത്. അങ്ങനെയെല്ലാം വിറ്റ് കാര്യങ്ങൾ തീർത്ത് അതിന് മിച്ചമൊന്നും ഇല്ല. അച്ഛാ, സീറോ മലബാർ സഭ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഓരോ ദിവ്യബലിയിലും അച്ഛൻ ചിട്ടപ്പെടുത്തിയ ഈ ക്രമം ഇത് ഉപയോഗിക്കുന്നത് കേൾക്കുമ്പോൾ, അച്ഛൻ ഓരോ ദിവ്യബലിയിലും സംബന്ധിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛൻ എന്താ തോന്നുന്നത്? ഞാനിപ്പോൾ ഓർക്കുന്നത് നമ്മുടെ പാമ്പളാനി പിതാവ് എൻ്റെ ജൂബിലിക്ക് ഏതാണ്ടെന്നാണ് പ്രസംഗിച്ചപ്പോൾ പള്ളിയിൽ പിതാവ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഓരോ കുർബാന ചെല്ലുമ്പോഴും അറിഞ്ഞോ അറിയാതെ മണ്ഡലാമൃതത്തിൻ്റെ പേരവിടെ വരും എന്ന് പറഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളവിടുത്തെ എഴുതി വെച്ചിട്ടില്ല, പൊതുജനത്തിനറിയാം, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇതൊന്നുമല്ല. ഞാനൊരു പകലേ പറഞ്ഞോളൂ, ആദ്യം റോമിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കിട്ടിയ ജോലി എന്നാണെന്നറിയോ? ഒന്നാമത് കുർബാനയുടെ സ്റ്റഡി പറഞ്ഞല്ലോ, രണ്ടാമത് പൊന്തിഫിക്കാൻ തർജ്ജമ ചെയ്യാനായിരുന്നു. പൊന്തിഫിക്കാന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്, അത് പട്ടകർമ്മങ്ങൾ, അത് ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വിഷസ് ഹൗസിൽ പോയിരുന്നു, അത് ചെയ്തിട്ടാണ് എനിക്ക് വടവതരയ്ക്ക് പോരാൻ പറ്റുള്ളൂ. അതാണ് ആദ്യം ചെയ്തത് പട്ടക്രമം. അതിന് ഒരു മാറ്റം കൂടെ ഇപ്പം നടപ്പായിട്ടുണ്ട്. അച്ഛൻ എങ്ങനെയാണ് പാലായിലെ ആ ഇടവകയിൽ നിന്നും ഇവിടെ തലശ്ശേരിയിലെത്തിയത്? ഞാൻ പല ബാക്ക്ഗ്രൗണ്ടുണ്ട്. ഒന്നാമതായിട്ട് എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ അച്ഛൻ പാലായിൽ ഹെഡ് മാസ്റ്ററൊക്കെ ആയിരുന്നു. അദ്ദേഹം വള്ളപ്പള്ളി പിതാവിൻ്റെ കൂടെ സേവനത്തിന് വന്നു. പക്ഷേ എനിക്കതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അച്ഛൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാറുമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ പിന്നെ ഇവിടെ വന്നിട്ട് അറിയുന്നത്.
രണ്ടാമതായിട്ട് എനിക്ക് ഒരു വൈദികനാണെന്ന് ആഗ്രഹം ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും എക്സ്പ്രസ് ചെയ്തിട്ടില്ല ആരോടും. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഹൈസ്കൂൾ സ്റ്റഡി ആലപ്പുഴ ലിയോ 13 സ്കൂൾ, അവിടുന്ന് അറിയപ്പെടുന്ന ഏറ്റവും സ്കൂൾ, എന്നെ അവിടെ കൊണ്ടുപോയി. ജെസ്യൂട്ട്സിൻ്റെയാണ്. ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടുമായിരുന്നു. അപ്പോൾ അവിടെ ചേരണമെന്ന് ആഗ്രഹത്തിൽ പേരൊക്കെ കൊടുത്തിട്ട് പോകുന്നു. പക്ഷേ വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നുകൊണ്ട് നടന്നില്ല. അങ്ങനെ ഒരു ദിവസം എന്നാ ചെയ്യേണ്ടെന്ന് അറിയാതെ പാലാ ബസ് സ്റ്റാൻഡ് രാത്രി 8 മണിക്ക് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു അപരിചിതനായ മനുഷ്യൻ എന്നെ തൊട്ട്. അപ്പോൾ അത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നോട് ചോദിച്ചു പേര് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു. ഞാൻ പേര് ചോദിച്ചു. അത് PC എബ്രാഹമാണ്, അറിയപ്പെടുന്ന മെഷീനിൻ്റെ. അദ്ദേഹത്തെ ചെറുപ്പത്തിൽ അദ്ദേഹം പനിയായിട്ട് ഭരണിങ്ങാണ്ട് ആശുപത്രി കിടക്കുമ്പോൾ എൻ്റെ പേരൻസിലൂടെ പോയപ്പോഴായിട്ട് സംസാരിക്കുന്നത് മുട്ടായിക്ക് തോന്നും. പിന്നെ ആദ്യം കാണുന്നതാണ്. വിശേഷമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹമാണ് പുറത്തോട്ട് പോകുന്ന പേരൻസിന് ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ മിഷനറിയുണ്ട്, അതായത് തലശ്ശേരി, അവിടെ ചേർന്ന അച്ഛനാകുന്നതല്ല നല്ലതെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ ഒരു മനസ്സിലുണ്ട്. അങ്ങനെ ഈ ആശയം തലശ്ശേരി എന്നുള്ള വന്നത്. പക്ഷേ എനിക്ക് തലശ്ശേരി ഒന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ സ്ഥലമൊക്കെ ഉണ്ട്. ഞാനൊരിക്കലും ആ സ്ഥലത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയും ഒരു പരിചയമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വള്ളോപ്പള്ളി പിതാവ് പാലായിൽ വരുന്നു. എൻ്റെ ഫാദറും ഇപ്പോഴും ഒന്നിച്ച് പഠിച്ചതാണ്. പിന്നെ ഞങ്ങളുടെ കുടുംബക്കാരാണ്. അങ്ങനെ കണ്ട് സംസാരിച്ചപ്പോൾ പിതാവ് ചോദിച്ചെന്താ ഇങ്ങോട്ട് പോന്നാലെന്താ. അങ്ങനെയാണ് ഈ ആശയത്തിലേക്ക് വന്നത്. ഞാൻ ആപ്ലിക്കേഷനൊന്നും കൊടുത്തില്ല. പിതാവ് അന്നേരം തന്നെ പാലാ മൈനസ് സെമിനാരിൽ ചെന്ന് ചേരാനും പറഞ്ഞ് എനിക്ക് എഴുത്തെഴുത്തുന്നു. ഈ എഴുത്തുമായിട്ട് വികാരിച്ചിൻ്റെ മറ്റത്തിലേക്ക് ചെന്നും പറഞ്ഞു എവിടെ പോകണം, എവിടെ ചേർന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പിതാവിനോട് ഞാൻ വാക്ക് പറഞ്ഞു പോയി എന്നും പറഞ്ഞ് അങ്ങനെയാണ് സെമിനാരിൽ വരുന്നത്. അതിനുശേഷം പിന്നെ ഇവിടെ ഒരു കൊല്ലം പാലായി പഠിച്ചു. പിന്നീട് കുടുംബത്തുനിന്ന് ഒരു കൊല്ലം പഠിച്ചു. അതിനുശേഷം വടവാത സെമിനാരിൽ ചേർന്ന് അച്ഛനായി. അതെല്ലാം വളരെ വിജയപ്രദമായി. എനിക്ക് ധാരാളം അവസരങ്ങൾ കിട്ടിയ ആ സമയത്ത് എക്സ്ട്രാഓർഡിനറി മീറ്റിങ്ങിൽ പ്രസംഗിക്കാനും നാടകം അഭിനയിക്കാനും ഇങ്ങനെ എല്ലാ തുറയിലും ഇഷ്ടമുള്ള അവസരങ്ങൾ കിട്ടി. അതനുസരിച്ചാണ് അച്ഛനായി കഴിഞ്ഞ് തലശ്ശേരിയിലേക്ക് പോരുന്നത്. അച്ഛാ, നമുക്കേവർക്കും ആശ്രയമാകുന്ന ഏറ്റവും വലിയ ദൈവാനുഭവം ദിവ്യബലി. ആ ദിവ്യബലിയെ ഏകോപിപ്പിച്ചത് അച്ഛൻ്റെ പഠനങ്ങളും അതുപോലെ തന്നെ ആധികാരികമായ ദർശനങ്ങളും ഒക്കെയാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അച്ഛൻ്റെ അനുഭവങ്ങൾ ഇത്രയും സമയം ഞങ്ങളോട് പങ്കുവെച്ചതിനും അതുപോലെ തന്നെ ഞങ്ങളോട് കൂടി ഇത്രയും സമയം ആയിരുന്നതിനും അച്ഛന് ഒരുപാട് നന്ദി. നിങ്ങൾ വന്നത് ചെയ്തതിന് വളരെയധികം നന്ദി. ഇത്രയും കൃപയോടുകൂടെ ആത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടെ കഠിനാധ്വാനത്തോടുകൂടെ നമുക്ക് ഏവർക്കും വിശുദ്ധ കുർബാന ഒരു അനുഭവമാക്കി തരുവാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മറ്റൊരു വ്യക്തിയെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുമോ എന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. അത്രയും ആത്മാർത്ഥതയോടുകൂടെ ആഴമേറിയ വിശ്വാസത്തോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തോടുകൂടെ കഠിനാധ്വാനം ചെയ്ത് വിശുദ്ധ കുർബാനയും യാമപ്രാർത്ഥനയും എല്ലാം തയ്യാറാക്കുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ തോമസ് പണ്ഡിതമർമ്മലച്ഛനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നതുവരെയും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.